Hey guys, welcome back to my channel. അങ്ങനെ ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് കണ്ടിരിക്കുകയാണ് ഗൈസ്. പടം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അധികം സാറ്റിസ്ഫൈഡ് അല്ല പടത്തിൽ. പടം കാണാനാ കൊള്ളാം, സ്ലോ പേസ് മൂവിയാണ്. നമുക്ക് ട്രെയിലർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് നമുക്ക് ഒരു സ്ലോ പേസ് അല്ലെങ്കിൽ ഒരു ഫണ്ണി ടൈപ്പുള്ള ഒരു പടമാണ്. ആക്ച്വലി ഫണ്ണി ടൈപ്പ് ഉള്ളൊരു പടം തന്നെയാണ്. പക്ഷെ എനിക്ക് പേഴ്സണലി അങ്ങോട്ട് വലിയൊരു ഇൻട്രസ്റ്റ് തോന്നിയില്ല പടം കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. പടം ഡയറക്റ്റഡ് ബൈ ഗൗതം വാസുദേവ് മേനോൻ. യെസ്, ഒബ്വിയസ്ലി നമുക്ക് എല്ലാവർക്കും അറിയാം, തമിഴിലെ ഹിറ്റ് തന്ന ഒരു കിടിലം ഡയറക്ടറാണ് ഈ പടം ചെയ്തത്. പക്ഷേ ഗൗതം വാസുദേവ് മേനോൻ ഇങ്ങനത്തെ പടം എടുത്ത് ഈ ഒരു സ്ക്രിപ്റ്റൊക്കെ ഭയങ്കര വീക്കായിരുന്നു. സ്റ്റോറിയൊക്കെ ഭയങ്കര വീക്ക് സ്റ്റോറിയാണ്. ഇതൊക്കെ എടുത്ത് ഫുൾ ഓഫ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചില്ല ഗൗതം ഇച്ചിരി ഒരു വെറൈറ്റി അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഒരു പണ്ടത്തെ വേട്ടയാട് വിളയാട് സിനിമ പറയാം കമലഹാസൻ്റെ ഒക്കെ. അതൊക്കെ മാരക ഐറ്റും അതിലൊക്കെ നമുക്ക് മനസ്സിലാവും ഗൗതം വാസുദേവനെ ഏത് റേഞ്ചിൽ ക്രൈം ത്രില്ലർ മോഡ് കൊണ്ടുപോകുന്നുള്ള കാര്യം നമുക്ക് കണ്ടവരൊക്കെ മനസ്സിലാവും. പക്ഷെ ഇതൊരു ഫണ്ണി ടൈപ്പ് സംഭവമാണ്. പക്ഷേ ഇവിടെ കുറച്ച് സീൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ലാതെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു അഭിപ്രായം എനിക്ക് അങ്ങനെ ഒരു തോന്നിയില്ല. അതിൻ്റെ സ്റ്റോറി എഴുതിയിരിക്കുന്നത് നീരജ് രാജനാണ്. സ്റ്റോറി ഭയങ്കര വീക്കാണ്. എസ്പെഷ്യലി ക്ലൈമാക്സ് ട്വിസ്റ്റൊക്കെ നമുക്ക് ഓക്കെ ഞെട്ടി. പക്ഷെ ഇതാണ് സംഭവം എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഒരു ചേർച്ചയില്ലേ, ഒരു 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 എന്താ ഒരു പോരായ്മ കുറവ് ഭയങ്കരമായിട്ട്. അതുകൊണ്ട് അംഗീകരിക്കാനായിട്ട് ഭയങ്കര അത് ക്യാരക്ടർ ചേഞ്ച് ഒക്കെ വരുമ്പോൾ എനിക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നുമല്ല, എനിക്കൊരു ഗുമ്മ് തോന്നിയില്ല, ഇമ്പാക്റ്റ് എനിക്ക് ഫീൽ ചെയ്തില്ല. ആക്ച്വലി മെയിൻ ക്യാരക്ടേഴ്സ് മമ്മൂട്ടി, ഗോകുൽ, പിന്നെ സുഷ്മിത നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു അതിനകത്ത്. അത്യാവശ്യം മമ്മൂട്ടി എപ്പോഴത്തെ പോലെ മമ്മൂട്ടിക്ക് ആ റോള് കൊടുത്തതിന് അങ്ങനെ അത് ഭംഗിയായിട്ട് വെടുപ്പായിട്ട് നല്ല തേച്ച് മിനുക്കി കൊടുക്കും. മമ്മൂട്ടി അങ്ങനെയാണ്. ലൈക്ക് സിദ്ദിഖ് അതുപോലെ തന്നെയാണ് മമ്മൂട്ടി. സിദ്ദിഖ് ഇതിൽ ചെറിയൊരു പ്രൊവേഷൻ ചെയ്യുന്നുണ്ട്, അത് ഫണ്ണി സാധനം, അത് സെറ്റ് സാധനമായിരുന്നു സിദ്ദിഖ്. പിന്നെ ഗൂഗിളിനെ പറ്റി പറയുകയാണെങ്കിൽ ഗൂഗിള് 1-2 കൗണ്ടറൊക്കെ അടിക്കുന്നുണ്ട്. അതുകൊണ്ടല്ല, അത് കൂടുതൽ അടിക്കുന്നുണ്ട്. ഒരു 2-3 ഒന്ന് ചിരിച്ചു കൊടുക്കാൻ തോന്നും. പിന്നെ കുറേ കൗണ്ടറൊന്നും അങ്ങോട്ട് കയറുന്നില്ല, എത്തിപ്പിടിക്കുന്നില്ല. അത്ര ഒരു ഡള്ളായിരുന്നു ഗൂഗിളിൻ്റെ പെർഫോമൻസ്. കുറച്ച് സീരിയസ് റോളൊക്കെ ആണെങ്കിൽ അമ്മ പിന്നെയും ചെയ്തേനെ. ഈ ഫണ്ണിയൊക്കെ ഗൂഗിളിന് അത് വിടേണ്ട സമയമായെന്നാണ് എനിക്ക് തോന്നുന്നത്. വലിയൊരു സുഖം എനിക്ക് തോന്നുന്നില്ല ഇതിൽ. പിന്നെ ഷൈൻ ടോം ചാക്കോ ചെറിയ റോള് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ പെർഫോമൻസ് പറയാൻ ഒന്നുമില്ല അത്രയ്ക്ക്. പിന്നെ വിജയബാബുവിനും അങ്ങനെ വലിയ റോള്, പക്ഷെ ഒരു ക്യാരക്ടർ ഉണ്ട്, അത് കാര്യപ്പെട്ട ക്യാരക്ടർ തന്നെയാണ്. പിന്നെ മ്യൂസിക് എടുത്ത് പറയണം. മ്യൂസിക് വന്നിട്ട് ദർബുക ശിവയാണ്, തമിഴ് മ്യൂസിക് ഡയറക്ടറാണ്. പുള്ളിക്കാരൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് മുതൽ നീ മുടിവും നീ എന്ന് പറഞ്ഞ ഒരു സോങ് പ്ലസ് മൂവിയാണ്. അതിലത്തെ എല്ലാ സോങ്സും ഒരു രക്ഷയില്ല, അന്യ സാധനമാണ്. ഈ മെലഡി പ്ലസ് റോക്ക് സ്റ്റാർ ഇതിൻ്റെയൊക്കെ കിങ് ആണ് അങ്ങേര്. പക്ഷേ ഇതിൽ വെച്ച് നോക്കുമ്പോൾ എന്തോ ഒരു ഭരതനാട്യം ഐറ്റം സോങ് ഇതിനകത്തുണ്ട്. ആ സാധനം കൊള്ളാം. പക്ഷെ ക്ലൈമാക്സിൽ മറ്റേ ഡോക്ടർ സിനിമ കണ്ടിട്ടില്ലേ, ഡോക്ടർ സിനിമയിൽ മറ്റേ പസാനിത ആ ഒരു കർണാട്ടിക് സംഭവം ഇങ്ങനെ കൊണ്ടുവരും ലിറിക്സ് ഒരു ലാസ്റ്റ് ക്ലൈമാക്സിൽ അതുപോലത്തെ ഒരു ഐറ്റം ഇതിൽ ട്രൈ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. എനിക്ക് വർക്കൗട്ട് ആയെന്ന് എനിക്ക് ഒട്ടും തോന്നുന്നില്ല, അങ്ങോട്ട് വർക്കൗട്ട് ആയിട്ടില്ല. എനിക്ക് പടത്തിൽ ക്ലൈമാക്സേ വർക്കൗട്ട് ആയിട്ടില്ല. പിന്നെ ഇതും കൂടെ ആകുമ്പോൾ പിന്നെ ശുഭമാണ് എനിക്ക്. പക്ഷേ മമ്മൂട്ടിയുടെ പെർഫോമൻസും അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷേ റെസ്റ്റ് എനിക്ക് പടത്തിലോട്ട് അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലാം പേഴ്സണലി എനിക്കങ്ങോട്ട് പറ്റിയില്ല. മേ ബി പുവർ സ്റ്റോറി ആയിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ. അത് തന്നെയാണ് എൻ്റെ റീസൺ. വെരി പുവർ സ്റ്റോറി പോരാ. എനിക്ക് സ്റ്റോറി ഭയങ്കര ഷോക്ക് വരും. മേക്കിങ്ങിലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, സ്റ്റോറി ഭയങ്കര ഷോക്ക് വരും. മമ്മൂട്ടിയുടെ കോമഡിയൊക്കെ അതൊക്കെ നല്ലോണം വർക്കൗട്ട് ആയിട്ടുണ്ട്. ആ എക്സ്പ്രഷൻ നൈസായിട്ടുണ്ട്. പക്ഷേ സ്റ്റോറിയാണ് എന്നെ ഏറ്റവും കൂടുതൽ പ്രത്യേകം. ഭയങ്കര വീക്ക് സ്റ്റോറി ആയിരുന്നു എൻ്റെ ഒപ്പീനിയനിൽ. നിങ്ങൾ പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിക്കുക. സൈൻ ഓഫ് ഫ്രം KC എല്ലാം ആവട്ടെ. ബൈ.